എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ വ്യാപാര, വ്യവസായ, കാർഷിക മേഖലകൾ എല്ലാം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഒരു യഥാർത്ഥ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ട്രേഡ് യൂണിയനുകൾ. ഈ പൂട്ടിപ്പോയ തോട്ടങ്ങൾ മുഴുവൻ നോക്കിയാലും, വ്യവസായങ്ങൾ മുഴുവൻ നോക്കിയാലും സകലതും പൂട്ടിച്ചത് അതിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് ചെന്നാൽ അത് ട്രേഡ് യൂണിയനുകളാണ്, അതിൻ്റെ നേതാക്കന്മാരാണ്. തൊഴിലാളിയുടെ കൂട്ടത്തിൽ നിൽക്കും, എന്നിട്ട് ഒതുക്കത്തിൽ ഉടമസ്ഥൻ്റെ അടുത്ത് ചെല്ലും. ഈ തൊഴിലാളിക്ക് എല്ലാ കാലത്തും എല്ലും കഷ്ണവും കിട്ടുള്ളൂ. ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതിൽ മാംസളമായ ഭാഗം മുഴുവൻ ഈ നേതാക്കന്മാർ കൊണ്ടുപോകും. അങ്ങനെ പോയി ഏതൊരു പ്രസ്ഥാനവും ഒരു സമയം കഴിയുമ്പോൾ പൊട്ടും. അതാണിപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസാന സാഹചര്യം, ഇന്നത്തെ സാഹചര്യം. വ്യവസായത്തിൽ നിന്നും വ്യാപാരത്തിൽ നിന്നും കാർഷിക മേഖലയിൽ നിന്നും കാര്യമായതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ അന്യായ ലോൺ എടുത്ത് ഈ ശമ്പളവും പെൻഷനും കൊടുക്കേണ്ടി വരുന്നത്. തമിഴ്നാട് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്, അല്ലെ എന്തുകൊണ്ട് രക്ഷപ്പെട്ടതെന്ന് നോക്കിയാൽ, മിതമല്ലാത്ത എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അംഗീകൃതമല്ലാത്ത ഒരു കളികളും അവരനുവദിക്കാത്തതുകൊണ്ടാണ്. തമിഴ്നാടിൻ്റെ സകല മേഖലയും വളർന്നത് നിയന്ത്രിക്കേണ്ടതിനെ എല്ലാം നിയന്ത്രിച്ചത് കൊണ്ടാണ്. ജയലളിതയുടെ കാലത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സമരം ചെയ്ത ഒരു കാര്യം അറിയാലോ. അവസാനം വന്നപ്പോൾ എല്ലാത്തിനെയും പിരിച്ചു വിടുമെന്നൊരു സാഹചര്യം വന്നപ്പോൾ മര്യാദയ്ക്കെല്ലാം കയറി. അതോടുകൂടി തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരുടെ യൂണിയൻ കളി തീർന്നുപോയി. കേരളത്തിൽ ഈ വടി എടുക്കേണ്ടി വരും. ഈ വടി എടുത്ത് നടപ്പി വരുത്തേണ്ടി വരും ഇത് രക്ഷപ്പെടണമെങ്കിൽ. ഇതൊരു സമയം കഴിയുമ്പോൾ ഇത് മുന്നോട്ട് പോവുകയല്ലെന്നാകുമ്പോൾ അന്ന് ആരെങ്കിലും നല്ല ബലമുള്ളവൻ കയറി വരും, അവരത് നടപ്പാക്കാതെ പറ്റിയല്ല. കാരണം ഇത് തല്ലിപ്പൊളിക്കേണ്ടി വരും. ഇനി കേരളം രക്ഷപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ ട്രേഡ് യൂണിയനുകളെ നിലയ്ക്ക് നിർത്തണം. ഇവരെ ഒരു കാലത്തും പാർട്ടിയുടെ ഗുണ്ടകളാകരുത്. ഇവരുടെ യൂണിഫോം കണ്ട ആളുകൾ ഭയക്കരുത്. ഇവർക്ക് ഭയക്കാനുള്ള ഒരു സംഘടനാ സംവിധാനവും അനുവദിച്ചു കൊടുക്കരുത്. ഈ സ്വകാര്യ പ്രോപ്പർട്ടികളിൽ, വസ്തുക്കളിൽ യൂണിയൻകാരുടെ അവകാശം നിലനിർത്തരുത്. ഈ ദിവസങ്ങളിൽ കണ്ടില്ലേ, ഒരു സ്ത്രീ അവരുടെ വീടിൻ്റെ മുറ്റത്ത് വന്ന് ഇറക്കുന്ന സാധനം ഇറക്കുന്നതുമായി ഉണ്ടായ തർക്കം എന്താ വിഷയമായി മാറി. അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകരുത്. അതുപോലെ ഈ വൈദഗ്ധ്യം ആവശ്യമുള്ള ലോഡിംഗ് അൺലോഡിംഗ് മേഖലകളിൽ ഇവിടെ കണ്ടില്ലേ, ഒന്നാം തരം ഡിസ്കവറി കാർ ഇറക്കിയപ്പം 1.5 കോടി രൂപയ്ക്ക് മുകളിൽ വിലയുള്ള കാർ ഇറക്കാൻ ഒന്നും അറിയാൻ മേലാത്തവന്മാർ പോയി നിന്നിട്ട് അവസാനം ഒരാൾ മരിച്ചില്ലേ. ഗ്ലാസ് ഇറക്കുക, അതിൻ്റെ പേരിൽ ഇപ്പോൾ തർക്കം നടക്കുക. പുതിയ പിള്ളേർ, ഒന്നാമത്തെ കാര്യം പുതിയ പിള്ളേർ ഒരു പരിപാടിയും ചെയ്യല. അങ്ങനെയുള്ളവർ കൂട്ടത്തിൽ നിന്ന് തന്നെ ചിലരിത് ചെയ്യാൻ വരുമ്പം അവിടെ ഇറക്കിക്കുകയല്ല, കയറ്റിക്കുകയല്ല. ഈ ഗ്രാനൈറ്റ് ഇറക്കുന്നിടത്ത് വിഷയം, വാഹനങ്ങൾ ഇറക്കുന്നിടത്ത് വിഷയം, വലിയ മിഷനറികൾ ഇറക്കുന്നിടത്ത് വിഷയം, കണ്ടെയ്നറുകൾ ഇറക്കുന്നിടത്ത് വിഷയം, കെമിക്കലുകൾ ഇറക്കുന്നിടത്ത് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് തിരിഞ്ഞാലും അലമ്പ് തന്നെ അലമ്പ്. എന്തൊരു വാർക്കത്തൊഴിലാളികൾ ഈ മിക്സിംഗ് മെഷീനെ വരുന്ന, റെഡി മിക്സാ വരുന്ന കോൺക്രീറ്റ് കയറ്റുന്നതിന് വരെ യൂണിയൻകാർക്ക് ഫീസ് കൊടുക്കണം. ഇത് മുന്നോട്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. ലിഫ്റ്റും ക്രെയിനും ഉപയോഗിച്ച് ലോഡ് കയറ്റുന്നിടത്ത് നോക്കുകൂലി എന്തേരെയാണ് കൊടുക്കുന്നത്? പിന്നെ എന്തിനാണ് ലിഫ്റ്റും ക്രെയിനും വന്നത്? അതെല്ലാം നിയന്ത്രിച്ചേ പറ്റുള്ളൂ. വേറൊരു കാര്യമുണ്ട്, ഈ പണി തീരുന്നത് വരെ പാത്ത് നിന്നിട്ട് പണി തീരാറാകുമ്പം വന്ന് വിരട്ടും ഭീഷണിയായിട്ടുള്ളത് അതൊക്കെ പക്ക ഗുണ്ടായിസം. അത് അങ്ങനത്തെ ഗുണ്ടായിസത്തിനെയൊക്കെ നേരിടണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ യു പിയിലെ മുഖ്യമന്ത്രിയെ പോലത്തെ ആൾക്കാർ വേണം കേരളത്തിൽ. എന്നാലേ അതിന് തീരുമാനം ഉണ്ടാവുള്ളൂ. ഗുണ്ടായിസമല്ല ഇത്. ഇനി എന്തെങ്കിലും പരിപാടി ചെയ്യുന്നവനെ തെറി പറഞ്ഞും അപമാനിച്ചും മനസ്സ് മടുപ്പിച്ച് കേരളത്തിൽ നിന്ന് തന്നെ ഓടിക്കുന്ന എന്തൊരു ധിക്കാരമാണ്. അത് ആവർത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾ ഇതിനു വേണ്ടി ഇറങ്ങുകയില്ല. തെറിയൊക്കെ പറഞ്ഞ് അപ്പനും അമ്മയ്ക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും എതിരെ. ഇപ്പം ഞാൻ എൻ്റെ നമ്പർ ഈ ദിവസങ്ങളിൽ കൊടുത്തപ്പോൾ ഒരു മനുഷ്യനെ ആരാണ്ടല്ല ഊടുപാട് തെറി പറഞ്ഞു. അയാൾ അതിൻ്റെ പേര് കേസ് കൊണ്ട് കൊടുത്തിട്ട് പോലീസുകാർ കേസെടുക്കാൻ പോലും തയ്യാറല്ലെന്നാണ് പറയുന്നത്. അങ്ങനെ എന്നോട് ചോദിച്ചു എന്നാ ചെയ്യുന്നത്, ഞാൻ അതിന് ഒരു മറുപടിയും പറഞ്ഞില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ളവർ അവർ സത്യം പറഞ്ഞ സാഹചര്യം കിട്ടിയാൽ ചിലപ്പോൾ അവർ നാട് വിട്ടുപോകും. അതുകൊണ്ട് മുന്നോട്ട് വരുന്ന സർക്കാരുകൾ ഈ വക കാര്യങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവന്ന് പാസ്സാക്കി
അത് കർശനമായി നടപ്പാക്കി കാലത്തിനൊത്ത് ഉയർന്നാൽ മാത്രമേ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഈ ലേബർ ഓഫീസുകളിൽ പോലും ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അവർ പോലും യൂണിയൻകാരാ. യൂണിയൻകാരുമായിട്ടുള്ളൊരു വിഷയത്തിൽ ലേബർ ഓഫീസിലോട്ട് ചെന്നാൽ ലേബർ ഓഫീസർ അതിൻ്റെ തലമൂത്ത യൂണിയൻകാരനാണെങ്കിൽ പിന്നെ ഇതെങ്ങനെ പരിഹരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം കുത്തഴിഞ്ഞതിൻ്റെ അങ്ങേയറ്റം ചെന്നു. സകല കുത്തും വിട്ട് സകലത് നാശമായി. എന്തിനാ? പോലീസിൽ പോലും ഇന്നത്തെ ഈ അനുസരണക്കേടിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ ഒടുക്കത്തെ യൂണിയനാണ്. പൊളിറ്റിക്കലായും പച്ച വെളിച്ചവും എല്ലാം കൂടി സകലത് മുച്ചൂട് നശിപ്പിച്ച് കളയും. ഞാൻ ഈ അടുത്ത കാലത്ത് ഹൈറേഞ്ചിലൊക്കെ നിന്നുപോയ തോട്ടങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ കൂടെ കടന്നുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യം പറഞ്ഞാൽ സഹിക്കുകയല്ല അവരുടെ അവസ്ഥ. വർഷങ്ങളായിട്ട് റിപ്പയർ ചെയ്യാത്ത ലയങ്ങൾ, കഴുക്കോലൊക്കെ ദ്രവിച്ച് തീർന്ന് ഓടിൻ്റെ ഇടയ്ക്കൊക്കെ പ്ലാസ്റ്റിക് തിരികി ഇനി പ്ലാസ്റ്റിക് വെക്കാനും മേല, ഓട് വെക്കാനും മേല, പട്ടികയില്ല. ഒരു ചെറിയ കാറ്റടിച്ചാൽ ഇത് തലയിലോട്ട് ഉരുണ്ട് വീഴുന്ന അവസ്ഥയിൽ. ഒന്നാമത് കല്ല് വെച്ച് ചെളി വെച്ച് കെട്ടിയ ഭിത്തികളാണ് ഈ ലയങ്ങൾക്ക്. അത് നനഞ്ഞാൽ താഴെ പോവും. അങ്ങനെയുള്ള ലയങ്ങൾക്കകത്ത് ചുരുണ്ടുകൂടി കിടക്കുന്ന എത്രമാത്രം കുടുംബങ്ങൾ കേരളത്തിലുണ്ടെന്നറിയോ? അതിലൊരു കുടുംബത്തിൽ ചെന്നപ്പോൾ അവർ വളരെ ദയനീയമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇച്ചിരി നല്ല റേഷനരി കിട്ടിയായിരുന്നേ നല്ലതായിരുന്നു. ഞാൻ ചോദിച്ചാൽ അതിനെ അങ്ങനെ പറഞ്ഞത്. അവർ പറഞ്ഞ് ഇപ്പം വരുന്ന കുത്തരി ഒന്നിനും കൊള്ളുകയില്ല, എന്നാ ചാറൊഴിച്ചാലും ഇതിന് ചൊവയാണ്. എനിക്കത് സത്യം പറഞ്ഞാൽ അവർ കേൾക്കുന്നത് കേട്ടപ്പോൾ, അവർ പറയുന്നത് കേട്ടപ്പോൾ കരച്ചിൽ വന്നു. അത്രത്തോളം നമ്മുടെ ഗ്രാമങ്ങളില്ലെന്നായി. ഒരു കാലത്ത് ഇതിനൊരു പ്രതാപകാലം ഉണ്ടായിരുന്നു. അത് മുഴുവൻ നശിപ്പിച്ചത് ഈ യൂണിയൻ നേതാക്കന്മാരുമാണ്. കേരളത്തിലൊക്കെ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ചില വൃത്തികെട്ടവന്മാരുടെ പേര് പറയുന്ന കേട്ട് കഴിഞ്ഞ് തന്നെ അവർക്ക് അറപ്പാണ്. യൂണിയൻ്റെ നേതാക്കന്മാരാ. കാര്യം പാർട്ടിക്കകത്ത് വലിയ പുള്ളികളൊക്കെ ആയിരിക്കും, പക്ഷെ മനുഷ്യ ഹൃദയങ്ങളിൽ വെറും പേപ്പട്ടിക്കുള്ള സാധനം പോലും ഇവർക്കില്ല. അതുപോലെ നശിപ്പിച്ച് കളഞ്ഞവർ. ഈ കപ്പലുകളിൽ സാധനം കയറ്റുന്നതിനും ഇറക്കുന്നതിനും വരെ യൂണിയൻകാരുടെ സ്വാധീനം ഉണ്ടെന്നാണ് പറയുന്നത്. വലിയ ക്രെയിം വെച്ച് വലിച്ചു കയറ്റി ഇറക്കുന്നതിന്. അതെല്ലാം നോക്കൂലിയായിരിക്കും. എന്തിനാ? ആശുപത്രികളിൽ ചെന്നാൽ നേഴ്സുമാർക്ക് യൂണിയൻ, ഡോക്ടർമാർക്ക് യൂണിയൻ, അല്ലാത്ത സ്റ്റാഫിന് യൂണിയൻ. ആരെ നിയന്ത്രിക്കാൻ പറ്റും? പ്രൈവറ്റ് ആശുപത്രികളിൽ പോലും ഇപ്പോൾ ഈ യൂണിയനുകളുടെ കടന്നു കയറ്റം മൂലം, എന്തിന് മിഷൻ ആശുപത്രികളിൽ പോലും, മിക്ക മിഷൻ ആശുപത്രികളിൽ പോലും യൂണിയനുണ്ട്. അതിൻ്റെ രീതി എന്നാന്ന് വെച്ചാൽ ഈ യൂണിയനിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും അധികാരികളെ ആരെയും ഒരു പേടിയില്ല, ഒരു ബഹുമാനമില്ല, ഒന്നുമില്ല. തനിക്ക് എന്നാ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങ് ഉണ്ടാക്കുക എന്ന പരുവത്തിലായി. ഈ കോട്ടയത്തൊക്കെയുള്ള പ്രധാനപ്പെട്ട മിഷൻ ആശുപത്രികളിലോട്ട് ചെന്നാൽ, കോട്ടയം ചുറ്റുവട്ടത്തൊക്കെയുള്ള പ്രധാനപ്പെട്ട മിഷൻ ആശുപത്രിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നേഴ്സുമാരന്മാരുടെ തൻ്റെ ഇടം കണ്ടാൽ നമുക്കറിയാം. എന്നാൽ ചെയ്യാവുന്ന അങ്ങ് ചെയ്തേ, ഒന്ന് കാണട്ടെ. ആതുര സേവന ആലയങ്ങളിൽ വരെ ഇത് ചെന്നെങ്കിൽ ഇതെന്തേരെ വശക്കേടായി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും ഇടയ്ക്ക് നിൽക്കുന്ന ധനമോഹികളായ നേതാക്കന്മാരൂടെ വരുമ്പോൾ ആ പ്രസ്ഥാനം തീർന്നു. സർവീസ് മേഖലകളിൽ പോലും യൂണിയനുകൾ ആധിപത്യം പിടിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത് ചോദിച്ചാൽ അത് മുഴുവൻ ഈ പൊതുജനത്തിന് ദൂഷ്യമായിട്ട് വരും. അങ്ങനെ സകല മേഖലകളിലൂടെ ദൂഷ്യങ്ങൾ ഇങ്ങനെ കയറി വന്നതാണ് നമ്മുടെ ഇന്നത്തെ തകർച്ചയുടെ പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ ഇത് ഓരോന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ, ഇതിൻ്റെ വിശദമായ വഴികൾ അന്വേഷിക്കുമ്പോൾ, ഓരോ ദിവസവും അന്വേഷിച്ച് ചെല്ലുമ്പോൾ കേൾക്കുന്ന ഭീകരത ഞാൻ എൻ്റെ ജനത്തോട് പറയട്ടെ. നമ്മുടെ സമൂഹത്തെ തകർത്ത് കളഞ്ഞ വിഷയം എന്ന വലിയ ഐസ്മലയുടെ ഒരു ചെറിയ ഭാഗമേ മണ്ടേ കാണുന്നുള്ളൂ. ബാക്കി വലിയൊരു ഭാഗം അടിക്കിടപ്പുണ്ട്. ഇത് കണ്ടെത്തി ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നില്ല എങ്കിൽ കേരളം മുച്ചൂടും മുടിഞ്ഞു പോകും. ഇത് ആവർത്തിക്കരുത്, ഇത് അനുവദിക്കരുത്. ഇതിനു വേണ്ടി ഒരു സംഘം ആളുകൾ റെഡിയായേ മതിയാവും എന്നാശംസിച്ചുകൊണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം.